ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ് ഇടുക്കി ചില്ലീസ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കൗന്തിയിലാണ്, എഴുകുമ്പയിലടുത്തുള്ള കൗന്തിയിലാണ്. ഈ കൗന്തി വന്നേക്കണതിന് ഒരു കാരണമുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. നമ്മൾ എഴുകുമ്പയിൽ നിന്ന് നെടുങ്കണ്ടം പോകുന്ന വഴിയാണ് കൗന്തി എന്ന് പറയുന്ന ഈ മനോഹര ഗ്രാമം. അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് വഴി നിങ്ങൾ കാണുന്നില്ല. ഒരു വഴി നിങ്ങൾ പോയി കഴിഞ്ഞാൽ പച്ചടിക്ക് പോകാൻ പറ്റും. നേരെ താഴോട്ട് പോകുന്ന വഴി നമ്മുടെ എഴുകുമ്പയിൽ വെട്ടിക്കാൻ പറ്റും. അതുപോലെ വലിയ തോവാള കട്ടപ്പന റൂട്ടാണ് നിങ്ങൾ കാണുന്നത്. അത് ഈ അടുത്ത നാൾ ടാറിംഗ് ഒക്കെ ചെയ്ത് മനോഹരമായി ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകുന്നത് നമ്മളൊരു ഇടവഴിയൊക്കെ പിടിച്ച് ചെറിയ ചെറിയ കുഞ്ഞു ഗ്രാമങ്ങളും കുഞ്ഞു സ്ഥലങ്ങളൊക്കെ കണ്ട് MES കോളേജിൻ്റെ അതിലൂടെ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് ചേമ്പളത്തേക്ക് തിരിച്ചു വരിക. അങ്ങനെ ഒരു ദൗത്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഈ മനോഹര കാഴ്ചകൾ നിങ്ങൾ കാണണം. ഒരുപാട് കാഴ്ചകൾ നമുക്കുണ്ട്. അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുത്തൻ പുതിയ ഈ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം അല്ലേ. നമ്മളിത് ഈ കുരിശ് പള്ളി ഇരിക്കുന്നതിൻ്റെ സൈഡിൽ കൂടെ രണ്ട് വഴിയുണ്ട്. ഈ താഴേക്കട പോകുന്ന വഴി നമുക്ക് അഞ്ചുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നമ്മൾ തോപ്പിലേക്കാണ് കയറി പോകുന്നത് കേട്ടോ. അപ്പം ലക്ഷ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, വട്ടപ്പാറയിലുള്ള MES കോളേജ് കാണണം. അപ്പോൾ പോകുന്ന വഴിക്ക് മനോഹരമായ ഒരു ടെമ്പിളുണ്ട്. അങ്ങനെ കുറേ കാഴ്ചകൾ നമുക്ക് ഈ പോകുന്ന വഴിക്കുണ്ട് കേട്ടോ. പിന്നെ കുറച്ചധികം വ്യൂ പോയിൻറ്റുകളുണ്ട്. അങ്ങനെ ചെന്നിട്ട് വട്ടപ്പാറ ഗ്രാമം വന്നിട്ട് ആ ഗ്രാമത്തിന് അവിടെ നിന്ന് തിരിച്ച് ചേമ്പളം എന്ന് പറഞ്ഞ കൊച്ചു സ്ഥലവും കൂടെ കണ്ടിട്ട് വേണം നമുക്ക് അവസാനിപ്പിക്കാനാണ്. വട്ടക്കണ്ണിപ്പാറയിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഇതുണ്ട് സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം കുറേ ദൂരം ടോപ്പിലേക്ക് കയറി പോകണം. ഇതൊരു റീത്ത് പള്ളിയാണ് കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ ഇടവഴിയാണേ. വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമുക്ക് ഇതിലൂടെ വാഹനം കൊണ്ട് പോകേണ്ട വഴിയാണ്. ശരിക്കും ഉണ്ടല്ലോ നമുക്ക് ഈ കോളേജ് പിള്ളേർ MES കോളേജ് പഠിക്കുന്ന കോളേജ് പിള്ളേരൊക്കെ ഈ ഇരട്ടയാർ ഭാഗത്തു നിന്ന് തന്നെ കുട്ടികളൊക്കെ ഇതുവഴിയാണ് കോളേജിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് കട്ട് വഴിയും കൂടിയാണിത്. അതായത് നെടുങ്കണ്ടം പാമ്പാടുംപാറ പുളിയമ്മല റൂട്ടുമായിട്ട് യോജിപ്പിക്കുന്ന ഒരു ഷോർട്ട് കട്ട് വഴിക്കടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയപ്പം നമുക്കിത് കാണാൻ പറ്റിയിരിക്കുന്ന ഒരു കാഴ്ച കേട്ടോ. തൊട്ട് മുകളിലേക്കിടെ നമുക്ക് നല്ലൊരു ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഡ്രോൺ ചേട്ടനായി നമുക്ക് ഇതിലൂടെ പറപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ മലനിരകളൊക്കെ കണ്ടോ, അടിപൊളിയല്ലേ. ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള മലയൊക്കെ അതൊക്കെ ഏതാണോ എവിടെയാണോ ഒന്നും എനിക്കൊരു പിടിയും കിട്ടത്തില്ല. അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാം. ഇല്ല, നമ്മുടെ കാറ്റാടിപ്പാറമാണ്. അപ്പോൾ അത് പുഷ്പകണ്ഠം രാമക്കൽമേട് മേഖലയാണ് ആ കാണുന്നത്. അടിപൊളി. നിങ്ങൾ നോക്കിയാൽ മരത്തിൻ്റെ കീഴക്കടെ നല്ലൊരു ചെറിയ അമ്പലമാണ്. പക്ഷേ എന്തൊരു മനോഹരമാണെന്ന് അറിയാം, എന്തൊരു ബ്യൂട്ടിഫുള്ളാണെന്നറിയോ. ഞാൻ കുറേ നാളിലൂടെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ മിക്കവാറും ഇവിടെ ഇരുന്ന് അത്യാവശ്യം റെസ്റ്റ് എടുക്കുന്ന ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. നമ്മൾ ആദ്യം നിന്ന കൗന്തിയിലെ ആ കൗന്തിയിൽ നിന്ന് ഏകദേശം ഒരു 850 മീറ്റർ കൊണ്ട് കയറി വരുമ്പോൾ കാണുന്ന ഒരു മനോഹരമായ ഒരു ടെമ്പിളാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഗ്രാമങ്ങളൊക്കെ തേടി പോകുമ്പോൾ ഇങ്ങനെയുള്ള മനോഹരമായ ഒരു കാഴ്ചകളുണ്ട്. അത് മാത്രമല്ല ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു 360 ഡിഗ്രിയിലുള്ള കാഴ്ച അതിലേറെ മനോഹരമാണ് കേട്ടോ. പേരെന്താ? വീട് ഇവിടെയാണോ? എത്ര പഠിക്കണേ? നല്ല. മോളുടെ പേരോ? സഞ്ജന. നിങ്ങളെല്ലാം കസിൻസാ? എത്ര പഠിക്കണേ? ഫോട്ടോഷൂട്ടിന് വന്നാണോ? അപ്പോൾ ഇന്ന് അവധി ആയിരിക്കും അല്ലേ? ഓക്കെ. നമ്മളായിരിക്കും ക്യാമറമാന്. എന്താ പേരെന്താ? നന്ദു. നന്ദു എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ താഴെ MES. ഓക്കെ. ഇപ്പോൾ ഇന്ന് ക്ലാസ്സില്ലേ? ആ കാഴ്ചകളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ടെമ്പിളിൻ്റെ പേര് ഞാൻ അവിടെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല, ബോർഡൊന്നും കണ്ടില്ല. അപ്പം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേരെ കേട്ടോ. ഇനിയിപ്പം നിന്ന കുട്ടികളോട് ചോദിക്കാൻ ഞാനിട്ട് വിട്ടും പോയി. അങ്ങനെ ഒരു സംഭവം കൊണ്ടുണ്ടായി, അവർ വിട്ടു പോവുകയും ചെയ്തു കേട്ടോ.
നമ്മളങ്ങനെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ MES കോളേജ് ലക്ഷ്യമാക്കിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നെടുങ്കണ്ടത്തുനിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഇപ്പറയാണ് നമ്മുടെ MES കോളേജ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്ര വ്യത്യാസമുണ്ട്. അതായത് ഏലക്കാടിൻ്റെ ഉള്ളിൽ നല്ല ശാന്തമായിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു കോളേജാണ് MES കോളേജ്. അപ്പം ഇനി അങ്ങോട്ടുള്ള യാത്രയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് കുറേ ഗ്രാമീണ കാഴ്ചകൾ, കൃഷിയിടങ്ങൾ ഒക്കെയാണ് നമുക്ക് കാണാനുള്ളൂ. ഈ രീതിയിലുള്ള വഴിയാണ്. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് മലനിരകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാനൊക്കെ പറ്റും. നിങ്ങൾ ഈ ഏലത്തോട്ടം സംബന്ധിച്ചോ 2 സൈഡിലും വെയിലുണ്ടാക്കിയേക്കുവാണേ. അതായത് ടിൻ ഷീറ്റ് പോലെയുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട് 2 സൈഡും വെയിൽ കിട്ടിയേക്കുക. ഇതെന്നാന്നറിയോ, ഇപ്പോൾ ഏലക്കായ്ക്കൊക്കെ വില കൂടിയതുകൊണ്ട് ഈ ഏലച്ചെടി തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോവുക. എന്ന് വെച്ചാൽ ശരം ഉൾപ്പെടെ കണ്ടിച്ചെടുത്ത് ചാക്കിനകത്താക്കി ആളുകൾ കൊണ്ടുപോവുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ MES കോളേജ്. നമുക്ക് ആ കോളേജിൻ്റെ ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഈ താഴെ കാണുന്നത് കോളേജിൻ്റെ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും നമ്മൾ ഡ്രോൺ ജെറ്ററെ ഒന്ന് പറപ്പിച്ച് വിടാം അല്ലേ. MES കോളേജിൻ്റെ ഓരോ ബ്ലോക്കുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ കാണുന്നതാണ് MES കോളേജിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഇവിടെ നമുക്ക് ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കോളേജിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ടോപ്പ് വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇന്ന് ക്ലാസ് ഇല്ലെങ്കിലും ഇവിടെ എന്തൊക്കെയോ പ്രോഗ്രാമുകൾ ഈ കോളേജിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് കേട്ടോ. പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിൽ നെടുങ്കണ്ടത്ത് നിന്ന് 8 കിലോമീറ്റർ പുളിയമല റൂട്ടിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ചേമ്പളത്തിന് സമീപമാണ് MES കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 16 ഏക്കറിലോൽ പടർന്നു കിടക്കുന്ന ഈ മനോഹരമായിരിക്കുന്ന കോളേജ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ അണ്ടറിലാണ്. ഏകദേശം 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഈ കോളേജ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജുമാണ്. MES കോളേജിൻ്റെ അവിടുന്ന് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. ഇനി നമുക്ക് ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മെയിൻ റോഡുമായിട്ട് കണക്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതെല്ലാം കോളേജിൻ്റെ മേഖലയാണ്. കോളേജിൻ്റേതായ സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ വഴികളെല്ലാം. എന്താണെങ്കിലും അടിപൊളി ഒരു കോളേജ് അല്ലേ. കേരളത്തിൽ ഇങ്ങനൊരു കോളേജ് ഉണ്ടാകാൻ സാധ്യതയില്ല. ഏലക്കാടിൻ്റെ ഒത്ത നടുക്ക് മനോഹരമായ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു കോളേജ്, അത് നമ്മുടെ നെടുങ്കണ്ടം കോളേജ് തന്നെയാണ്. ഇതൊരു മസ്ജിദാണ്. കോളേജ് വന്നവർക്കൊക്കെ പള്ളിയിൽ പോകാൻ വേണ്ടിയുള്ള ഒരു മസ്ജിദാണ്. അപ്പോൾ അവിടെ ഏലത്തോട്ടത്തിലേക്ക് വെള്ളമൊക്കെ അടിക്കുന്ന ചെറിയ കുളങ്ങളൊക്കെ നമ്മൾ വന്ന വഴിക്ക് കണ്ടില്ലായിരുന്നോ. അപ്പം നമ്മൾ മുന്നോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഇതാണ്. ശരിക്കും ഇവിടെയൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു അവസ്ഥ. ഇവിടെയൊക്കെ നെടുങ്കണ്ടത്തുനിന്ന് ബസ് കയറി നെടുങ്കണ്ടത്ത് നിന്ന് പുളിയമ്മല കൂടി പോകുന്ന കുമിളി ബസ്സിനോ കട്ടപ്പന ബസ്സിനോ കയറിയിട്ട് വേണം ഈ കുട്ടികൾക്കൊക്കെ ഈ കോളേജിലെത്താൻ വേണ്ടി. നെടുങ്കണ്ടത്ത് നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ മാറിയാണ് ഈ MES കോളേജ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ശരിക്കും വിശാലമായിരിക്കുന്ന ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള മനോഹരമായ ഒരു കോളേജാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ നടന്നു പോകുന്ന ആ വഴി കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നമ്മളിനി ചെല്ലുന്ന സ്ഥലമാണ് വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്തിൻ്റെ പേര് നമ്മളിനി ചെല്ലുന്ന സ്ഥലത്തിൻ്റെ പേരാണ് വട്ടപ്പാറ എന്നുള്ള ഗ്രാമം. വട്ടപ്പാറ എന്ന് പറയുന്നത് ഒരു ചെറിയ കവലയാണ്. ഒരു 3-4 കടകളും ഒരു ചെറിയ വെയിറ്റ് ഷെഡും ഒക്കെ ഉള്ള ചെറിയൊരു സ്ഥലം. അവിടെ നിന്ന് നമ്മൾ നേരെ നെടുങ്കണ്ടം റൂട്ട് പിടിക്കും. എന്നിട്ട് ചേമ്പളം ഒന്ന് പോവും. ചേമ്പളം പോയി ആ ചേമ്പളത്തെ കാഴ്ചകൾ കൂടി നമ്മൾ കാണുകയാണ്. ഇതാണ് ശരിക്കും വട്ടപ്പാറ എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമം.
നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ ഒരു വെയിറ്റ് ഷെഡ് ഉണ്ട്. പിന്നെ അതെ ഇതുപോലുള്ള കുറച്ച് കടകളൊക്കെ നമുക്ക് ഇവയിലുണ്ട്. നമ്മൾ ഈ വഴി കൂടെയാണ് നമ്മൾ മുമ്പ് കണ്ട MES കോളേജിലേക്ക് കടന്നു പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്കും ചെറിയ കടകൾ അതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൂ. ഫുള്ള് ഏലത്തോട്ടം. നമ്മൾ അതുവഴിയാണല്ലോ തിരിച്ചു വരുന്നത്. ഇനിയുള്ള യാത്ര എന്ന് പറയുന്നത് നമ്മൾ നേരെ നെടുങ്കണ്ടം റൂട്ടിലേക്കാണ്. അപ്പം ഇവിടെ നിന്ന് ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചേമ്പളം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം കൂടെയുണ്ട്. അതും കണ്ടിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് നെടുങ്കണ്ടത്തു നിന്ന് പുളിയമല, കട്ടപ്പന, കുമിളിയൊക്കെ പോകുന്ന വഴി കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചേമ്പളത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ചേമ്പളത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ മനോഹരമായിരിക്കുന്ന ഒരു പള്ളിയുടെ കാഴ്ചയുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു സെൻറ്റ് മേരീസ് LP സ്കൂൾ, LP ആണോ UP ആണോ, അതെ LP സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്കൂളിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾ നോക്കിയേ, ഇതാണ് ചേമ്പളത്തിൻ്റെ പ്രത്യേകത. തൊട്ട് താഴെയാണ് സ്കൂളുള്ളത്. അതുപോലെ തന്നെ സെൻറ്റ് മേരീസ് കാത്തോലിക് ചർച്ച് ചേമ്പളം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനങ്ങനെ ഈ സെൻറ്റ് മേരീസ് കാത്തോലിക് ചർച്ച് ചേമ്പളത്തെ പള്ളിയുടെ മുറ്റത്തേക്കാണ് ഞാൻ കടന്നു പോകുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളി ഒരു പള്ളിയല്ലേ. നമ്മുടെ നെടുങ്കണ്ടം പുളിയമല റൂട്ടിൽ തന്നെയാണ് ഈ പള്ളിയുള്ളത്, ചേമ്പളം പള്ളി കേട്ടോ. നമ്മളങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിലത്തെ കാഴ്ചയാണ്. ഇതിൻ്റെ ബാക്കിൽ തന്നെ നമുക്ക് വേറെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഈ കാണുന്ന വഴിയില്ലേ, ഈ കാണുന്ന ഇങ്ങനെ വഴി കൂടെ പോയി കഴിഞ്ഞാൽ വേറൊരു വൈബ് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഈ പള്ളി വരുന്നവർക്ക് ഏറ്റവും കിട്ടുന്ന അടിപൊളി കാഴ്ചകൾ. അവിടെ നിന്ന് നമ്മളിത് ആ പാറ കണ്ടോ, ആ പാറയുടെ ടോപ്പിലേക്ക് തന്നെ നമുക്ക് സേഫായിട്ട് കയറി പോകാവുന്ന രീതിയിൽ സ്റ്റെപ്പൊക്കെ അടിച്ചു വെച്ചേക്കൂടെ. അതിൻ്റെ മേളിൽ രൂപങ്ങളൊക്കെ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് താഴേക്ക് പോകാൻ. പണിയായി തുടങ്ങിയിട്ടുണ്ട് കൂട്ടുകാരെ. എത്രമാത്രം എനിക്കിത് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സുഹൃത്തുക്കളെ, അറിയില്ല. എൻ്റെ സൗണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ലിപ്പിംഗ് ഉണ്ട് കേട്ടോ, മഴയുള്ളതുകൊണ്ട് തന്നെ. ഇത് കൊള്ളാലോ. നോക്കിയേ, വലിയൊരു മരം ഉണ്ടാക്കി വെച്ചിട്ടേ മരത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു കേവിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ കടന്നിട്ട് പിന്നെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കേണ്ട സംഭവമല്ല. നമുക്ക് മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടം വരെ പോകുമ്പോൾ നമുക്ക് തൊട്ട് താഴേക്കടെ ഇങ്ങനെ നമ്മുടെ മെയിൻ റോഡ് ഇങ്ങനെ കടന്നു പോകുന്ന കാഴ്ച അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. സെറ്റ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതുണ്ട്, നമ്മൾ കടന്നു വന്ന മരമാണിത്. ആ മരത്തിൻ്റെ സൈഡിൽ കൂടെ ഈ കേവിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത്. ഇനി നമുക്ക് ഇതിലൂടെ കയറി കഴിയുമ്പോഴല്ലോ വേറൊരു റേഞ്ചാട്ടോ. അയ്യോ, അതേ നോക്കിയേ, അങ്ങേറ്റം നമുക്ക് എഴുകുമയിൽ കുരിശുമല നമുക്ക് അടിപൊളിയായിട്ട് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും. എഴുകുമയിലല്ലേ, സോറി, അങ്ങേറ്റത്തെ മലനിരകൾ അത് നെടുങ്കണ്ടമാണേ. ആ സൈഡ് മുഴുവൻ നെടുങ്കണ്ടം മലനിരകൾ നമുക്ക് കാണാൻ പറ്റും. തൊട്ട് താഴേക്കടെ ഇതുണ്ടോ വാഹനങ്ങൾ കടന്നു പോകുന്നൊരു കാഴ്ച ഉണ്ടോ. ഇതൊരു വേറെ ആംബിയൻസ് ഉള്ളൊരു പള്ളിയാണ് കേട്ടോ. ഇതേ നോക്കിയേ, ഫുള്ള് നമ്മുടെ പൈൻ മരങ്ങളാണ്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും സ്റ്റെപ്പ് കയറിയിട്ട് ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടോ ഇവിടെ നമുക്ക് വേറൊരു രൂപം നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കടന്നു പോയാൽ ഇങ്ങനെ ഈ 2 കല്ലിന് കടന്നു പോകാൻ വേണ്ടി ക്രോസ് ചെയ്തൊക്കെ വേണം. ഇങ്ങനെ ക്രോസ് ചെയ്താൽ അടുത്ത ഒരു രൂപത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എൻ്റെ പൊന്നോ, ഇത്ര സംഭവം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു കേട്ടോ. പലപ്പോഴും ഈ റോട്ടിൽ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചോണ്ട് പോകുമ്പോൾ ഇങ്ങനെ നോക്കി പോകാറുണ്ട്. പക്ഷേ ഇവിടെ കയറിയപ്പോഴാണ് ഇതിൻ്റെ ഭംഗി, ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ച ഒക്കെ മനസ്സിലായത്. ഇത് ചേമ്പളം പള്ളിയാണ്. ചേമ്പളം പള്ളിയുടെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലേ? വന്ന പോലെ തന്നെ കേവിൻ്റെ ഉള്ളിൽ കൂടെ തലയൊക്കെ കുനിച്ച് നമുക്ക് കിടക്കണം. ഇതുകൊണ്ടോ ലൈറ്റ് അടിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് ഈ കാഴ്ചകൾ? അടിപൊളിയല്ലേ? അപ്പോൾ ഇനി ചേമ്പളം കവലയുടെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഹായ്. ഇനി നമുക്ക് ചേമ്പളം ഗ്രാമീണ കാഴ്ചകൾ നമുക്ക് കാണാം അല്ലേ. സെൻറ്റ് മേരീസ് ചർച്ച് ചേമ്പളം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിത് ഈ ഇറങ്ങി ചെല്ലുന്ന സ്ഥലമാണ് ചേമ്പളം കവല കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വീടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പോകുന്ന മേഖലയിലേക്കൂടെ നമുക്ക് കാണാൻ വേണ്ടി നമ്മളങ്ങനെ ചേമ്പളം കവലയിലെത്തി കേട്ടോ. ഈ കവലയിലെത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം അറിയാൻ വേണ്ടി സാധിച്ചത്. നമ്മൾ മുമ്പ് കണ്ട പള്ളിയില്ലേ, ആ പള്ളി കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പള്ളിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ചേമ്പളത്തെ ഇടുക്കി രൂപതയുടെ ഒരു പള്ളി കൂടെ ഉണ്ട്. ഇതേ ആ കാണുന്ന മലമുകളിലാണ് കേട്ടോ. അപ്പോൾ 2 പള്ളിയുള്ള ഒരു സ്ഥലമാണ് ഈ ചേമ്പളം എന്ന് പറഞ്ഞ ഈ ഒരു 2 പള്ളിയുള്ള ഒരു സ്ഥലമാണ് ഈ ചേമ്പളം എന്ന് പറയുന്ന ഈ സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ കടകൾ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നേരെ പോകുന്നത് നമ്മുടെ നെടുങ്കണ്ടത്തേക്ക്. നമ്മൾ ഈ കാണുന്ന വഴി ശരിക്കും നമ്മുടെ എഴുകുമ്പയിൽ വെട്ടിക്കാമറ്റം, അതുപോലെ തന്നെ വലിയ തോവാള,
ഇരട്ടയാറൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് വഴിയൊക്കെ പണിതങ്ങനെ ഇട്ടേക്കുവാണ്. ഇതിൻ്റെ മേളിൽ ആ കാണുന്നതാണ് ചേമ്പളത്തെ മറ്റൊരു പള്ളി. അപ്പോൾ ഇവിടെയും നമുക്ക് ധാരാളം കടകളോ ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. മനോഹരമായ ഈ കാഴ്ചകളിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് വിട പറയാം അല്ലേ. മനോഹരമായ ഒരു അമ്പലവും അതുപോലെ ഒരുപാട് ഓർമ്മകൾ ഒരുപാട് പേർക്ക് സമ്മാനിക്കുന്ന MES കോളേജിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ചേമ്പളം ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ നമ്മുടെ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.